കോഴിക്കോട് കാവിലുംപാറ ചൂരണിയിൽ ഇറങ്ങിയ കുട്ടിയാനെ മയക്കുവെടി വെക്കണമെന്നാവശ്യപ്പെട്ട നാട്ടുകാരുടെ പ്രതിഷേധം. റോഡിൽ നിൽക്കുകയായിരുന്ന നാട്ടുകാരുടെ സമീപത്ത് കൂടിയാണ് കുട്ടിയാന പറമ്പിലേക്ക് ഓടിക്കയറിയത്. ആ ദൃശ്യങ്ങൾ കാണാം. കുട്ടിയാന ജനവാസ മേഖലയിൽ ഇപ്പോഴും തുടരുകയുമാണ്. അനൽക്ക സയ്യിദുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി. അനൽക്ക, രാവിലെ മുതൽ ഈ പ്രദേശവാസികളുടെ പ്രതിഷേധം ശക്തമായി തന്നെ തുടരുന്ന സാഹചര്യമായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ കുട്ടിയാന അവിടേക്ക് ഓടിക്കയറുന്നത്. ഈ ജനവാസ മേഖലയിൽ എത്തിയിരിക്കുന്ന ആന വലിയ ഭീഷണിയാണ് അവിടെ ഉള്ളവർക്ക് സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാമായിട്ട് എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? എന്തെങ്കിലും ഒരു ഇടപെടൽ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? സംഗീത, കഴിഞ്ഞ ഒരു മാസത്തിൽ അധികമായി ഈ കോഴിക്കോട് കാവിലുംപാറ ചൂരണി ഭാഗത്ത് ഈ കുട്ടിയാനയുടെ ശല്യം തുടങ്ങി. ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ വളരെ ആശങ്കയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ ഈ ഭാഗത്ത് ഈ കുട്ടിയാനെ കണ്ടു. ഈ വിവരം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചെങ്കിലും പക്ഷേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്താൻ വൈകി. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ഇവിടെ തടഞ്ഞു വെക്കുന്ന സ്ഥിതിയുണ്ടായി. അല്പനേരം മുമ്പാണ് ഈ ചൂരണി ഭാഗത്ത് അവിടെയുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ജനങ്ങളും സ്ത്രീകളും കുട്ടികളൊക്കെ നിൽക്കുന്ന അവരുടെ സമീപ സ്ഥലത്തേക്ക് കുട്ടിയാന ഓടിക്കയറി വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ തന്നെ പേടിച്ചുകൊണ്ട് സമീപത്തേക്ക് മാറി നിൽക്കുകയും ചെയ്തു. അതിനുശേഷം ഈ കുട്ടിയാന പിന്നീട് തിരിച്ച് ആ ചുരണി ഭാഗത്തെ കാടിനുള്ളിലേക്ക് പോകുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച തന്നെ ഈ കാവിലുംപാറ ചൂരണിയിലെ കരിങ്ങാട് ഭാഗത്ത് ഈ കുട്ടിയാന രണ്ടുപേരെ ദമ്പതികളെ ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ആക്രമണത്തിൽ ആ ഗൃഹനാഥന്റെ വീടിന് മുന്നിൽ വെച്ചിട്ടായിരുന്നു അത്തരത്തിൽ ആക്രമണം നടന്നത്. ആനയുടെ ആക്രമണത്തിൽ ആ ഗൃഹനാഥന്റെ കൈ ഒടിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ തന്നെ ഈ ആ കുട്ടിയാനെ മയക്കുവെടി വെച്ചുകൊണ്ട് വയനാട്ടിലെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്ന ആവശ്യം നാട്ടുകാരിൽ ഉയരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ചില നടപടിക്രമങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ വനംവകുപ്പ് അത്തരമൊരു നടപടിയിലേക്ക് നീങ്ങിയിട്ടില്ല. കാരണം DFO ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് റിപ്പോർട്ട് കൊടുക്കണം. ആനയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചൊക്കെ തന്നെ റിപ്പോർട്ട് കൊടുക്കണം. അതിനുശേഷം ആനയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചൊക്കെ തന്നെ ഒരു റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം മാത്രമായിരിക്കും അത്തരത്തിൽ മയക്കുവെടി വെക്കുന്ന കാര്യങ്ങളിലേക്ക് ഉൾപ്പെടെ കടക്കുക. ഇതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ചൂരണിയിലുള്ള കാവിലുംപാറയിലുള്ള ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്. അവരുടെ കൃഷി നശിപ്പിക്കുന്ന വിളവെടുക്കാനുള്ള ഇതുൾപ്പെടെ നശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ രാവിലെ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴും അവിടെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെക്കുകയാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നത്തിൽ പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ പ്രതിഷേധം കനക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതോടൊപ്പം തന്നെ മയക്കുവെടി നാളെ വെക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. ഈ കുട്ടിയാനയുടെ അമ്മയാന ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ആ കുറ്റ്യാടി കാവിലുംപാറ ഭാഗത്ത് വനത്തിനുള്ളിൽ ചെരിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടിയാന തിരിച്ച് കാടിനുള്ളിലേക്ക് കയറി പോകാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ ഭാഗത്ത് RRT ഉദ്യോഗസ്ഥരുടെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണം തുടരുകയാണ്. നാട്ടുകാരുടെ ആവശ്യം ഈ കുട്ടിയാനെ മയക്കുവെടി വെച്ചുകൊണ്ട് വയനാട്ടിലെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. സംഗീത. ശരി അനൽക്ക.